സത്യത്തിൽ ഈ ജനസംഖ്യ കൂടുക കുറയുക എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തെ പോലും ബാധിക്കുന്നതല്ലേ? എങ്ങനെ നമുക്കതിനൊക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റും? രാഷ്ട്രീയത്തെ മാത്രമല്ല, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെയും സാമൂഹിക അവസ്ഥയെയും എല്ലാം ബാധിക്കുന്നതാണ്. ജനസംഖ്യയാണ് അടിസ്ഥാനമായ ശക്തി. നമ്മൾക്ക് നേരത്തെ ഒരു 50 വർഷം മുമ്പുള്ള സങ്കല്പം ഇതായിരുന്നില്ല. ജനസംഖ്യ ഒരു ശാപമായിരുന്നു. ജനങ്ങൾ പെരുകുന്നത് പ്രകൃതി വിഭവങ്ങളുടെ അഭാവം കുറവുണ്ടാക്കും. ജനങ്ങൾ കൂടുകയും വിഭവങ്ങൾ പരിമിതമാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ സന്താന നിയന്ത്രണം വരണം. കാരണം പട്ടിണിക്ക് പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗം ജനങ്ങളെ കുറയ്ക്കുക എന്നതാണ്. ഗരീബ് ഘടാവോ എന്ന മുദ്രാവാക്യവുമായി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ അവർ പ്രധാനമായിട്ട് ഊന്നിയത് ജനസംഖ്യാ നിയന്ത്രണം ആയിരുന്നു. അന്ന് കൊണ്ടുവന്നാണ് ഈ കുടുംബാസൂത്രണ വ്യവസ്ഥ, ഫാമിലി പ്ലാനിങ്. നാം 2 നമുക്ക് 2 എന്ന മുദ്രാവാക്യവുമായിട്ട് തീവ്ര സന്താന നിയന്ത്രണ യജ്ഞം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ ഒരു പരീക്ഷണശാലയായിരുന്നു എറണാകുളം ജില്ല. 1970കളുടെ ആരംഭത്തിൽ അത് വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, രാഷ്ട്രാന്തര തലത്തിൽ പോലും എറണാകുളം എക്സ്പെരിമെൻറ്റ്സ് UN-ലൊക്കെ വാഴ്ത്തപ്പെട്ട കഥയായിരുന്നു. അന്നത്തെ ഇവിടുത്തെ ജില്ലാ കളക്ടറായിരുന്ന S. കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയി. അപ്പം കൃഷ്ണകുമാറിൻ്റെ യജ്ഞമായിരുന്നു എറണാകുളം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ സന്താന നിയന്ത്രണം തീവ്രമാക്കുക, കഴിയുന്നത്ര വാസക്ടമിയും ട്യൂബോക്ടമിയും ചെയ്ത് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നതിനെ നിയന്ത്രിക്കുക. അപ്പോൾ 2 കുട്ടികളായി പരിമിതപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം. അതിന് വിധേയരാകുന്ന, ഈ സർജറിക്ക് വിധേയരാകുന്നവർക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഞാനൊക്കെ അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എറണാകുളത്തു നിന്ന് പോയിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയായിരുന്നു. അപ്പോൾ ആ തരത്തിലൊരു ഭയങ്കര പ്രചാരം കിട്ടിയ സംഭവമായിരുന്നു. മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണ അന്ന് അതിന് കളക്ടറുടെ ഈ യജ്ഞത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ലക്ഷ്യം നേടിയ ജില്ലയായി എറണാകുളം മാറി. പിന്നീട് എറണാകുളം പരീക്ഷണമാണ് രാജ്യത്തെ മറ്റ് ജില്ലകളിലേക്ക് പകർത്തപ്പെട്ടത്. കാരണം ആ തരത്തിലായിരുന്നു ഇവിടുത്തെ അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ സർജറി ചെയ്തു. ഒരു ദിവസം അന്ന് ഒരു മോഡി എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഈ സർജറി വേഗം ചെയ്യുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ നേതൃത്വം എറണാകുളത്ത് ദിവസം അനേകം സർജറികൾ ചെയ്ത് ഈ സന്താന നിയന്ത്രണം കൊണ്ടുവന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 10-20 വർഷം കഴിഞ്ഞപ്പോൾ എറണാകുളത്തെ ജനസംഖ്യ ഭയങ്കരമായിട്ട് താഴ്ന്നു. അത് പിന്നീട് മറ്റ് ജില്ലകളിലേക്കും അത് വ്യാപിക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെ കേരളത്തിലെ സന്താന വർധനവ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്തു. ഇത് പല കേന്ദ്രങ്ങളിലും ആശ്ചര്യവും ഉത്കണ്ഠയും ഉളവാക്കി. പക്ഷേ അന്ന് പോലും ഈ സന്താന നിയന്ത്രണ യജ്ഞത്തിന് വിധേയമാകാതെ മതപരമായ കാരണങ്ങളുണ്ട് പിന്തിരിഞ്ഞു നിന്ന ചില വിഭാഗങ്ങളുണ്ട്. ഇതിൽ എടുത്തുചാടി പങ്കെടുത്തവരുമുണ്ട്. ഇതാണ് പുരോഗമനം. ഇതൊക്കെ ചെയ്ത് 2 കുട്ടികൾ ആയി ചെറിയ കുടുംബമായി പരിമിതപ്പെടുന്നതാണ് രാജ്യത്തിൻ്റെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ നന്മയ്ക്കും നല്ലത് എന്ന ഗവൺമെൻറ്റിൻ്റെ സന്ദേശം. അന്ന് ഒഫീഷ്യൽ മീഡിയ അടക്കം ഇത് നിരന്തരം പ്രചരിപ്പിക്കുകയാണ്. റേഡിയോ തുറന്ന് വെച്ചാൽ ഉടനെ നമ്മൾ 2 നമുക്ക് 2 എന്നുള്ളത് ആവർത്തിച്ച് കേൾക്കും. അതിൻ്റെ പിന്നാലെ ഈ എമർജൻസിയും കൂടെ വന്നപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതായിരുന്നു. അപ്പോൾ അവരുടെ 20 പരിപാടിയിലും പിന്നീട് സഞ്ജയ് ഗാന്ധി കൊണ്ടുവന്ന 5 പരിപാടിയിലുമൊക്കെ ഈ സന്താന നിയന്ത്രണം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി അവർ കൊണ്ടുവന്നു. അങ്ങനെയാണ് തുർഗുമാൻ ഗേറ്റിലെ വലിയ സംഭവങ്ങളൊക്കെ നടന്നല്ലോ. അന്ന് നിർബന്ധിത വന്ധ്യംകരണം ഒക്കെ നടത്തി. അന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ എതിർപ്പും പ്രക്ഷോഭമൊക്കെ ക്ഷണിച്ചു വരുത്തിയ കാലം. അപ്പോൾ ആ ഒരവസ്ഥ അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൂടാ, ജനങ്ങൾ സ്വമേധയാ സ്വീകരിച്ചതുമുണ്ട്. പക്ഷേ ചില സ്ഥാപനങ്ങളുടെ ആശീർവാദത്തോടെ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇതിന് തീവ്രമായി വിധേയമാകാതെ വന്നു. എങ്കിലും ആ സമുദായത്തിലുള്ളവരും സ്വമേധയാ ചെയ്തവരുമുണ്ട്. കേരളത്തിൽ ഓരോ ജില്ലകളിലെയും സന്താന നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ തോത് നമുക്ക് ഔദ്യോഗികമായി ലഭ്യമാണ്.
ഞാൻ എൻ്റെ ജേർണലിസം പ്രവർത്തനത്തിനിടയിൽ ഒരിക്കൽ അത് ഒഫീഷ്യലായിട്ട് ശേഖരിച്ച് പരിശോധിക്കുകയുണ്ടായി. അന്ന് ഞാൻ ശേഖരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്താന നിയന്ത്രണം നടന്ന ജില്ലകൾ തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, ആലപ്പുഴ ഇങ്ങനെ പോകുമായിരുന്നു. വടക്കോട്ട് ചെല്ലുമ്പോൾ അത് കുറഞ്ഞായിരുന്നു വരുന്നത്. ഏറ്റവും കുറച്ച് സന്താന നിയന്ത്രണ പ്രവർത്തനം നടന്നിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ 23% പേരെ സന്താന നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ളൂ. അതേസമയത്ത് 67% ആളുകളും സന്താന നിയന്ത്രണത്തിന് വിധേയമായി തിരുവനന്തപുരം ജില്ല. തെക്കൻ ജില്ല കൃത്യമായിട്ട് പാലിച്ചു. അപ്പോൾ ഈ എറണാകുളത്തും 70-നും 65-നും ഇടയ്ക്കായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഒരു ഇംബാലൻസ് വന്നു. അത് പിൽക്കാലത്ത് ഈ ഡെമോഗ്രഫിയിൽ അത് പ്രകടമായി. ഈ ജനസംഖ്യ കേരളത്തിൽ ഈ ബാലൻസ് തെറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് ഒരു പുസ്തകം ഈ സന്താന നിയന്ത്രണ യജ്ഞം ഒരു പിന്തിരിപ്പൻ ഏർപ്പാടാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതും പൊതുജനബോധത്തിനെതിരായ ചിന്തയുമായ ഒരു പുസ്തകം വന്നു. ക്രൂസിഫിക്ഷൻ ഓഫ് ദ അൺബോൺ, ഗർഭസ്ഥ ശിശുവിനെ ക്രൂശിക്കൽ. അത് ഒരു ക്രിസ്ത്യൻ ടെർമിനോളജിയാണ്. ക്രൂശിക്കുക എന്ന വാക്ക് തന്നെ വിളിക്കലാണ്. അപ്പോൾ അത് പ്രൊഫസർ ജഗന്നാഥ പണിക്കർ എന്ന എക്കണോമിസ്റ്റായ ഒരു അധ്യാപകനാണ് അത് എഴുതി. അദ്ദേഹം പിൽക്കാലത്ത് ജേർണലിസത്തിലൊക്കെ വരികയും കേരളൗന്നിയുടെ എഡിറ്റർഷിപ്പിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. പ്രൊഫസർ ജഗന്നാഥ പണിക്കരുടെ പുസ്തകമാണ് ഗർഭസ്ഥ ശിശുവിനെ ക്രൂശിക്കൽ എന്നുള്ളത്. അത് വത്തിക്കാനിലാണ് അത് പബ്ലിഷ് ചെയ്തത്, ഇംഗ്ലീഷിലുള്ള ആ ബുക്ക്. ആ ബുക്കിനകത്ത് പറയുന്നത് ഈ സന്താന നിയന്ത്രണം വളരെ പിന്തിരിപ്പനായ ഒരു ഏർപ്പാടാണ്. കാരണം ജനങ്ങൾ പൊതുസ്വത്തും സമ്പത്തുമാണ്. ജനങ്ങൾ ഒരു രാജ്യത്ത് കൂടുതൽ ഉൽപ്പാദനോന്മുഖമാകുകയും അവർ കൂടുതൽ എക്കണോമിക്സിൻ്റെ വളർച്ചയ്ക്ക് സഹായമാകുകയും ചെയ്യും. അവരെ ഗർഭത്തിലേക്ക് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിനെയാണ് തകർക്കുന്നത്. ഇത് ബൈബിളിൻ്റെ പ്രചാരകർക്ക് വളരെ സന്തോഷകരമായിരുന്നു. അന്ന് തിരുവനന്തപുരം ബിഷപ്പൊക്കെ ഈ പുസ്തകത്തെ ആസ്വദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രം, സന്താന നിയന്ത്രണത്തിൻ്റെ ഈ സാമ്പത്തിക ശാസ്ത്രം ജഗന്നാഥ പണിക്കരിലൂടെ പുറത്തു വന്നു. പൊതുസമൂഹം അന്ന് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ വാഴ്ത്തിയെങ്കിലും അത് വേണ്ടത്ര പ്രചാരം പിന്നീട് കൈവരിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. ജഗന്നാഥ പണിക്കർ ആ ഒരു ചിന്തയുമായിട്ട് പിന്നെ മുന്നോട്ട് പോവുകയും ചെയ്തില്ല. അദ്ദേഹം ജേർണലിസത്തിലാണ് പിന്നീട് പ്രവർത്തിച്ചത്. എങ്കിലും അദ്ദേഹത്തിന് വിചിത്രമായ ഇത്തരം സാമ്പത്തിക സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എറണാകുളത്ത് ഈ സന്താന നിയന്ത്രണ തീവ്രയജ്ഞ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ജില്ലാ കളക്ടറോട് പിൽക്കാലത്ത് ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. എസ് കൃഷ്ണകുമാറിനെ ഒരു വേള ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഗർഭസ്ഥ ശിശുക്കളെ പിന്നെ ഇങ്ങനെ ക്രൂശിക്കുക വഴി നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഭാവിയുടെ സാമ്പത്തിക വളർച്ചയെയും പുരോഗതിയെയും ഇനിയും ജനിക്കാനിരിക്കുന്ന അനേകം പ്രതിഭകളെയും അല്ലേ ഇല്ലാതെയാക്കുന്നത്? കാരണം അന്ന് അങ്ങനെ ഒരു തിയറിയും വന്നു. 2 കുട്ടികളിൽ നിർത്തിക്കഴിഞ്ഞാൽ എത്രയോ പ്രതിഭാശാലികളുടെ ജന്മം തടയപ്പെടുന്നത്. കാരണം ശ്രീകൃഷ്ണൻ 8ാമത്തെ പുത്രനാണ്. അപ്പം ശ്രീകൃഷ്ണനെ പോലെയുള്ളൊരു അപാര ജീനിയസ് സന്താന നിയന്ത്രണ കാലത്താണെങ്കിൽ ഉണ്ടാകില്ല. അപ്പോൾ അതുപോലെയുള്ള പ്രതിഭാശാലികളെല്ലാം 1ാമത്തെയോ 2ാമത്തെയോ കുട്ടികളാകണമെന്നില്ല. അപ്പോൾ അവിടെ വെച്ച് സന്താന ഉൽപ്പാദനം നിൽക്കുകയാണെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന അത്ഭുത പ്രതിഭകളുടെ ജനനത്തെയാണ് തടയുന്നത്. അതുകൊണ്ട് ഇത് പാടില്ല. അപ്പോൾ കൃഷ്ണകുമാർ അതിന് മറുപടി പറഞ്ഞത്, ആസൂത്രിതമല്ലാത്ത കുടുംബം അവരെ എങ്ങനെ ഉത്തമ പൗരന്മാരായി വളർത്താമെന്ന് ബോധ്യമില്ലാത്ത ആളുകൾ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചു വിട്ടാൽ അത് രാജ്യത്തിന് ഗുണമല്ല, ബാധ്യതയായ എത്തിയിരിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. ഈ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഏതായാലും ഇത് സന്താന നിയന്ത്രണം പിൽക്കാലത്ത് ആ പ്രചാരം തന്നെ അടുത്ത ഒരു മഴയിൽ ഒലിച്ചു പോകുന്ന പോലെ ഇപ്പോൾ അങ്ങനെ കേൾക്കാനില്ല. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി നമ്മൾ മാറി. ഈ സന്താന നിയന്ത്രണം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നേ ചൈനയേക്കാൾ വലിയ ഒരു ജനസമൂഹമായി മാറുമായിരുന്നു. ഈ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ
ലിബറലൈസേഷൻ വന്നതിന് ശേഷം 1990-കളോടുകൂടി ഈ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതാണ് മണ്ടത്തരം എന്ന സങ്കല്പം വന്നു. കാരണം ജനങ്ങൾ പ്രൊഡക്റ്റീവാണ്, ജനങ്ങളാണ് സമ്പത്തിൻ്റെയും കടിഞ്ഞാണ് ഏന്തുന്നത്. അപ്പം ജനം കൂടുന്നത് ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായി എണ്ണപ്പെട്ടു. അപ്പോൾ ജനസമ്പത്ത്, ജനസംഖ്യ എന്ന് പറയുന്നതും ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമായ, അതുകൊണ്ട് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ശരിയാണ്. കാരണം ഇവിടുന്ന് മാൻ പവർ കയറ്റി അയക്കപ്പെടുന്ന രാജ്യമാണ്. നമ്മൾ എന്തെങ്കിലും അർത്ഥവത്തായി കയറ്റി അയക്കുന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അല്ലേ, മാൻ പവറാണ്. ഇവിടുന്ന് തൊഴിൽ നേടി വിദേശത്ത് പോകുന്നവർ അയക്കുന്ന പണം കൊണ്ടല്ലേ നമ്മൾ 50 കൊല്ലം ജീവിച്ചത്. ഇപ്പോഴും അതിന് മാറ്റം വലുതായിട്ടില്ല. അപ്പോൾ യൂറോപ്പിലായാലും ഗൾഫ് രാജ്യങ്ങളിലായാലും ഒക്കെ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ വിദ്യാസമ്പന്നരും അല്ലാതുള്ളവരും, സ്കിൽഡ് ലേബറേഴ്സും അൺസ്കിൽഡ് ലേബറേഴ്സും, അത് നമ്മളുടെ ജനസംഖ്യയുടെ ഒരു ഗുണമല്ലേ. അപ്പോൾ അതുപോലെ അങ്ങനെ അവരെ പഠിപ്പിക്കുകയും അവർക്ക് നല്ല ആരോഗ്യമുള്ള പൗരന്മാരാക്കി മാറ്റുകയും ചെയ്യാൻ പറ്റുമെങ്കിൽ ജനസംഖ്യ ഒരു അനുഗ്രഹമാണ്. അതാണ് ഒരു വസ്തുത. പക്ഷേ ഫാമിലി പ്ലാനിങ് ഒരു ദേശീയ നയമാണെങ്കിൽ ആ നയത്തിന് വിഘാതമായിട്ടും അതിനെതിരായിട്ടും അതിനെ ധിക്കരിച്ച് നിൽക്കുന്ന സമൂഹത്തിന് അത് ഗവൺമെൻറ് എന്ത് തരത്തിൽ ആണ് അവരെ കാണുക? കാരണം ഓരോ ജനിക്കുന്ന കുട്ടിക്കും വിദ്യാഭ്യാസത്തിനും വളർച്ചയ്ക്കും ആരോഗ്യ പരിരക്ഷയ്ക്കും ആവശ്യമായ വലിയ ഒരു ചെലവ് ഗവൺമെൻറ് വഹിക്കുന്നുണ്ട്. അപ്പോൾ 2 കുട്ടികൾ മതിയെന്ന് ഗവൺമെൻറ് അനുശാസിക്കുകയും അതിനെ കുറേ ആളുകൾ പാലിക്കുകയും മറ്റുള്ളവർ പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന അവരുടെ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും കുട്ടി ആര് വളർത്തും? അതും പൊതുബാധ്യതയായി തീരുകയാണ്. അപ്പോൾ അവിടെ ഗവൺമെൻറ് കർശനമായ ഒരു പോളിസി കൊണ്ടുവരണം. 2 കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങളെല്ലാ സബ്സിഡിയും സൗജന്യവും അനുവദിക്കാം. 3ാമത്തെ കുട്ടിയും 4ാമത്തെ കുട്ടിയും പിന്നെയും കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ പഠന ചെലവ് പൂർണ്ണമായും രക്ഷകർത്താവ് വഹിക്കണം. അങ്ങനെയും കൂടി അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത് കൂടുതൽ യുക്തിഭദ്രമാകുമായിരുന്നു ഈ നയം. ഇപ്പോൾ അതില്ല. ഇപ്പോൾ അത് പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഈ ജനസംഖ്യ കൂടണോ കുറയണോ എന്നൊക്കെ ഉള്ളത് തീരുമാനം ഇത് വലിയ ചർച്ചയായി മാറട്ടെ. അത് നമ്മുടെ രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും സമ്പത്തിനെയും നമ്മുടെ എല്ലാ വ്യവസ്ഥകളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മുടെ നെഞ്ചിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല.